കറക്റ്റ് ആണല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എച്ച് എടുക്കുന്നതിനെ സംബന്ധിച്ചാണ്. അപ്പൊ എച്ചിന്റെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനും പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പോ നമ്മൾ എച്ച് എടുക്കുമ്പോൾ ഫസ്റ്റിൽ വണ്ടിയെ കൊണ്ട് മുൻപിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ നിർത്തും. അതിനെ നമ്മൾ പറയുന്ന പേര് ഫസ്റ്റ് ഫോർവേഡ് എന്നാണ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് റിവേഴ്സ് കൊണ്ടുവന്ന് നിർത്തുന്നതിനെ പറയുന്ന പേര് ഫസ്റ്റ് റിവേഴ്സ് എന്നാണ്. രണ്ടാമത് വീണ്ടും വണ്ടിയെ മുമ്പിലോട്ട് കൊണ്ടുവന്ന് നിർത്തുന്നത് സെക്കൻഡ് ഫോർവേഡ് ആണ്. തിരിച്ച് വണ്ടിയെ റിവേഴ്സ് വന്ന് ആ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചുകൊണ്ട് നിർത്തുന്നത് സെക്കൻഡ് റിവേഴ്സ് ആണ്. അപ്പൊ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് കമ്പികളിൽ തട്ടാതെ വണ്ടിയുടെ ടയറുകൾ നിൽക്കാതെ എഞ്ചിൻ ഓഫ് ആവാതെ കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ എച്ച് പാസ്സായി. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ആ ഫസ്റ്റ് ഫോർവേഡ് വന്ന് വണ്ടിയെ കൊണ്ട് നിർത്തേണ്ടത് രണ്ട് കമ്പികളുടെ മധ്യഭാഗത്തായിട്ടാണ്. അപ്പൊ അവിടെ കൊണ്ട് നിർത്തുമ്പോൾ വണ്ടിയുടെ പുറകുവശം ഏറ്റവും പുറകിലുള്ള പോർഷനാണ് ബമ്പർ എന്ന് പറയുന്നത്. ഈ ബമ്പർ കമ്പി കഴിഞ്ഞ് നിൽക്കണം. അപ്പൊ ബമ്പർ കമ്പി കഴിഞ്ഞോ എന്ന് നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കരുത്. നമ്മളിങ്ങനെ വണ്ടി പോകുമ്പോൾ തന്നെ നമുക്ക് ലാസ്റ്റ് കമ്പിയെ കാണാൻ പറ്റും. അപ്പൊ വണ്ടിയുടെ ബാക്ക് പോർഷൻ അത് കഴിഞ്ഞു എന്ന് നമുക്ക് പിടികിട്ടും, ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിയും. അപ്പൊ എപ്പോഴും നമ്മൾ ഫ്രണ്ട് കൊണ്ടുപോയി നിർത്തുമ്പോഴും ബാക്ക് ആ കമ്പി കഴിഞ്ഞു വേണം നിൽക്കേണ്ടത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് റിവേഴ്സ് വന്ന് വണ്ടിയെ കൊണ്ട് എൻഡ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ബമ്പർ ആ അവസാനത്തെ കമ്പി കഴിഞ്ഞു വേണം നിൽക്കേണ്ടത്, കമ്പിക്കകത്തായിട്ട് നിൽക്കരുത്. അപ്പൊ നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ കമ്പി കഴിഞ്ഞ് നിൽക്കണം. അപ്പൊ ട്രാക്കിന് പുറത്തിറങ്ങി നിൽക്കണം. ഇതാണ് എച്ചെടുക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം. കൊണ്ട് നിർത്തുമ്പോൾ രണ്ട് കമ്പികളുടെ മധ്യഭാഗത്തായിട്ട് നിർത്തുക. കൊണ്ട് നിർത്തുമ്പോൾ ബാക്ക് കമ്പി കഴിഞ്ഞാണ് കൊണ്ട് നിർത്തേണ്ടത്, മുമ്പിലോട്ട് പോകുമ്പോൾ. പുറകിൽ വരുമ്പം ഫ്രണ്ട് ബമ്പർ കമ്പി കഴിഞ്ഞ് നിൽക്കണം. അപ്പൊ നമ്മൾ ഈ കൊണ്ട് നിർത്തുന്നത് സെന്ററിലാണെങ്കിൽ മാത്രമേ അതിന്റെ അലൈൻമെന്റ് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് വലതുവശത്തെ രണ്ടാമത്തെ കമ്പിയാണ്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ അയക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വലതുവശത്തുള്ള രണ്ടാമത്തെ കമ്പിയെയാണ് നോക്കേണ്ടത് എന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും അവര് ഒരു തെറ്റായ രീതി പ്രാക്ടീസ് ചെയ്യും. കാരണം ഇവിടുത്തെ ഇപ്പൊ ഗ്രൗണ്ടിനകത്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗ്രൗണ്ടിൽ പുല്ലുണ്ട്, കല്ലുകളുണ്ട്, മരങ്ങളുണ്ട്. അപ്പൊ ഇവർ ഇതുപോലെ വേറെ ഏതെങ്കിലും ലാൻഡ് മാർക്കുകൾ നോക്കി വയ്ക്കും. ഈ ഒരു കല്ലെത്തുമ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ സാറ് പറയുന്നത് കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു മരം എത്തുമ്പോൾ തിരിച്ചാൽ കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ താഴെ നിൽക്കുന്ന പുല്ലുകളിൽ ഏതെങ്കിലും അങ്ങനെ വെച്ച് തിരിക്കുന്നത് തെറ്റാണ്. കാരണം നമ്മൾ ഫൈനൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തത് നമ്മൾ ഇവിടുത്തെ ഗ്രൗണ്ടിലല്ല. നമ്മൾ ഫൈനൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തത് മാമത്താണ്. മാമത്തെ ഗ്രൗണ്ടിൽ ഇതുപോലെ ലാൻഡ് മാർക്കുകളൊന്നുമില്ല, അവിടെ വെറും മണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ലാൻഡ് മാർക്കുകൾ നോക്കി പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ അവിടെ ചെല്ലുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടും. അപ്പൊ എപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അതിപ്പോ എച്ചിന്റെ എന്നല്ല, ഈ ഡ്രൈവിംഗിന്റെ ക്ലാസ്സുകളാണെങ്കിൽ പോലും നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി ചെയ്യുന്ന കുട്ടികൾക്ക് ഡ്രൈവിംഗ് എളുപ്പമായിരിക്കും. പക്ഷെ ചില കുട്ടികൾ റൂട്ട് മാറി ഓടും. എന്ന് പറഞ്ഞാൽ അവർ താൽക്കാലികമായി മറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തിട്ട് അവർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതും നമ്മുടെ ക്ലാസ്സുകളായിട്ട് പൊരുത്തപ്പെടില്ല. അവർ ഡ്രൈവിംഗിന്റെ ക്ലാസ്സിൽ പരാജയമായിരിക്കും. അപ്പൊ ഡ്രൈവിംഗിന്റെ കാര്യത്തിൽ ഒരു കുട്ടി പരാജയപ്പെടുന്നതിന്റെ കാരണം നമ്മളെ ക്ലാസ്സുകളെ അതുപോലെ യൂട്ടിലൈസ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ സെന്ററിൽ വണ്ടിയെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് സൈഡ് മിററുണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് സൈഡ് മിററുകളിലൂടെ നോക്കിയാണ്, കണ്ണാടിയിലൂടെ നോക്കിയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. പലരും പഠിപ്പിക്കുന്നത് കണ്ണാടിയല്ല, ആ കണ്ണാടിയുടെ ഫ്രെയിമിനെ മാത്രമാണ് നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുട്ടികളിപ്പം എച്ചെടുക്കുന്ന സമയത്ത് അതിശക്തമായി മഴ പെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഗ്ലാസ്സിലൂടെയുള്ള വിഷൻ കുറയും. പക്ഷെ അവർ അത്ര ശ്രദ്ധയോട് നോക്കിയെടുത്താൽ മാത്രമേ ആ മഴയുള്ള ദിവസവും അവർക്ക് എച്ചെടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ മറ്റു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മഴ അവർക്കൊരു വിഷയമേ അല്ല. കാരണം അവർക്ക് ആ ഗ്ലാസിന്റെ ഫ്രെയിം മാത്രം കിട്ടിയാൽ മതി. അപ്പൊ അതൊരു തെറ്റായ പ്രാക്ടീസാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്തുകൊണ്ട് കണ്ണാടിയിൽ നോക്കി നമ്മൾ പഠിപ്പിക്കുന്നു എന്ന് വെച്ചാൽ, നാളെ നമ്മൾ വാഹനവും കൊണ്ട് എവിടെയെങ്കിലും വാഹനത്തിനെ പാർക്ക് ചെയ്യുമ്പോൾ അത് മറ്റൊരു കാറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി നമ്മളെ കാറ് തട്ടാൻ സാധ്യതയുണ്ടോ എന്ന് വിലയിരുത്തുന്നതിനുള്ള പ്രാക്ടീസാണ് എച്ച് എന്ന് പറയുന്നത്. അല്ല ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാനുള്ള ഒരു ഉപാധിയല്ല. നാളെ നമ്മളെ കാർ ഷെഡിനകത്തോട്ട് നമ്മൾ കയറ്റുമ്പോൾ കാർ ഷെഡിലെ ചുവരുകളിൽ തട്ടുമോ എന്ന് നോക്കുന്നത് ഇരുവശങ്ങളിലെയും മിററുകളിൽ നോക്കിയാണ്. ആ ഒരു പ്രാക്ടീസ് നമ്മൾ എച്ച് തുടങ്ങുമ്പോഴേ സ്റ്റാർട്ട് ആവുക. അപ്പൊ എച്ചിലൂടെ നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഏത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയയിലും വണ്ടിയെ റിവേഴ്സ് കയറ്റാൻ ബുദ്ധിമുട്ട് വരില്ല. അപ്പൊ ഏത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ കൃത്യമായി സ്റ്റിയറിംഗ് തിരിക്കണം,
കൃത്യമായി ക്ലച്ചിലൂടെ സ്പീഡ് കൺട്രോൾ ചെയ്യണം, ക്ലച്ചിന്റെ ഹാഫ് ക്ലച്ച്. കൃത്യമായി വേണ്ടുന്ന ആക്സിലറേറ്ററും ക്രമപ്പെടുത്തി വെക്കണം. ഈ 3 കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 കാര്യങ്ങളില്ലാത്ത കുട്ടികൾക്കും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയകളിൽ വാഹനത്തിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയകളിൽ വാഹനത്തിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെ എന്ന് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ കുട്ടികൾക്കായിട്ട് കൊടുക്കുന്ന വീഡിയോ ആണ്. അപ്പം വീഡിയോ കേൾക്കുന്ന കുട്ടികൾക്ക് സ്വയം ആലോചിക്കാം, എന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ടോ? എല്ലാവരെയും ബേസിക് ക്ലാസ്സുകൾ, ഗ്രൗണ്ടിലെ 4 ദിവസത്തെ ക്ലാസ്സുകളിൽ ഡ്രൈവിംഗിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരാമർശിച്ചിട്ടാണ് നമ്മൾ ആ 4 ദിവസത്തെ ക്ലാസ്സുകൾ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്നത് കണ്ണാടിയിൽ നോക്കി വണ്ടിയെ വലതുവശത്തോട്ട് തിരിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ നമ്മൾ സെന്ററിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ വണ്ടിയെ പുറകിലോട്ട് വരുമ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കുകയാണ്. അതായത് വലതുവശത്തെ 2ാമത്തെ കമ്പിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ എച്ച് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വലതുവശത്തെ 2ാമത്തെ കമ്പിയിലോട്ട് നമ്മൾ നോക്കണം. അപ്പൊ കണ്ണാടി നമുക്ക് കാണാൻ പറ്റും. വണ്ടി പുറകിലോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഒരല്പം മാത്രം റൈറ്റിലോട്ട് തിരിച്ചു വെക്കണം. എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന വണ്ടിയുടെ ഡയറക്ഷൻ ശകലം റൈറ്റിലോട്ട് മാറി. അങ്ങനെ റൈറ്റിലോട്ട് മാറിയാലേ നമുക്ക് കണ്ണാടിയിൽ നിന്ന് കമ്പി മറയാതിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ വണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ട് നിർത്തി റിവേഴ്സ് ഗിയർ ഇട്ടു. റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കമ്പിയെ കാണണം. വലതുവശത്തെ 2ാമത്തെ കമ്പിയെ കണ്ടിട്ടേ വണ്ടിയെ പുറകിലോട്ട് എടുക്കാം. അപ്പൊ നമ്മൾ വളരെ സാവധാനം ക്ലച്ചിൽ നിന്ന് കാലെടുത്തു. വണ്ടി കറക്റ്റ് അനങ്ങുന്ന ഭാഗത്ത് ക്ലച്ചിനെ നമ്മൾ ലോക്ക് ചെയ്ത് നിർത്താൻ കഴിയുമെങ്കിൽ വണ്ടി ഒരുപോലെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ വണ്ടി വന്നു, ഒരല്പം മാത്രം റൈറ്റ് തിരിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി വണ്ടിയുടെ ഡയറക്ഷൻ ചരിഞ്ഞു. നമ്മൾ ആ വണ്ടിയെ ചരിച്ച് തന്നെ കൊണ്ടുവരും. ഏകദേശം കമ്പി എത്തുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ നല്ല അല്പം കൂടെ ഒന്ന് റൈറ്റിലോട്ട് തിരിക്കും. അപ്പൊ 2 സ്റ്റേജുകളായി. എന്നിട്ട് നമ്മളെ ബാക്കിലത്തെ ടയറുകൾ കമ്പി എത്തുന്നതിന് മുമ്പ് തട്ടൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മുഴുവൻ നമുക്ക് റൈറ്റിലോട്ട് തിരിക്കാം. തീർന്നു. അപ്പൊ നമ്മൾ നോക്കിയത് വലതുവശത്തെ കമ്പിയാണ്. അപ്പൊ നമുക്ക് റിവേഴ്സ് വലത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കേണ്ടതും എങ്ങോട്ട് തന്നെയാണ്? വലത്തോട്ട്. അപ്പൊ നമ്മൾ ആ വലത്തോട്ട് ആദ്യം ശകലം തിരിച്ചു, കുറച്ചുകൂടെ തിരിച്ചു, കുറച്ച് കഴിഞ്ഞിട്ട് 3ാമത് തട്ടൂല എന്ന് തോന്നി നമ്മൾ മുഴുവൻ തിരിച്ചു. ആ മുഴുവൻ തിരിക്കുന്നതിന് മുമ്പ് ഒരു ശകലം ബാക്കി വെക്കണം. തട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ്. അപ്പൊ തട്ടൂല എന്ന് കണ്ടു. അപ്പം വലതുവശം തട്ടൂല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ടത് ഇടതുവശം. അപ്പൊ നമ്മൾ 3 പാർട്ടായിട്ടാണ് വലതുവശത്തെ കമ്പിയായിട്ട് അടുപ്പിച്ചത്. കൊണ്ട് നിർത്തി വണ്ടി വന്നപ്പോൾ തന്നെ ഒരു അല്പം റൈറ്റ്, പേരിന് വേണ്ടി ശകലം റൈറ്റ്, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ റൈറ്റ് തിരിച്ചു. ബാക്ക് ടയർ എത്തുന്നതിന് മുമ്പ് നമ്മൾ ഫുള്ള് തിരിച്ചു. തിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ശകലം ബാക്കി വെച്ചിട്ട് തട്ടൂല എന്ന് ഉറപ്പാകുമ്പോൾ ഫുൾ അങ്ങ് തിരിക്കും. തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൈറ്റ് സൈഡ് നോക്കണ്ട. പിന്നെ നമ്മൾ നോക്കുന്നത് ലെഫ്റ്റ് സൈഡിലെ മിററാണ്. ലെഫ്റ്റ് സൈഡിലെ മിററിലൂടെ നമ്മൾ നോക്കി 3ാമത്തെ കമ്പിയാണ്, ഇടതുവശത്തെ 3ാമത്തെ കമ്പിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം പല കുട്ടികളും മാമത്ത് പോകുമ്പോൾ ഇടതുവശത്തെ 3ാമത്തെ കമ്പിക്ക് വരും അവർ 2ാമത്തെ കമ്പിയെ 3ാമത്തെ കമ്പിയാണ് തെറ്റിദ്ധരിച്ച് തിരിച്ചു കളയും. അപ്പം 3ാമത്തെ കമ്പി കാണണമെങ്കിൽ 2ാമത്തെ കമ്പിയെ പോലെ പെട്ടെന്ന് കാണാൻ പറ്റില്ല. വണ്ടി ഇതിനകത്ത് കയറി ഇങ്ങനെ ചരിഞ്ഞ് അകത്തോട്ട് കയറുമ്പോഴേ ഏത് കാണാൻ പറ്റുള്ളൂ? 3ാമത്തെ കമ്പിയെ കണ്ടാൽ നമ്മൾ കെയർ ആവണം. അപ്പൊ 3ാമത്തെ കമ്പിയെ കണ്ടാൽ ഉടൻ നമ്മൾ തിരിക്കരുത്. കണ്ടാൽ ഉടൻ തിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി കമ്പിയോട് ചേർന്ന് പോകും. വണ്ടി ബാക്കിലോട്ട് പോവുകയാണ്. അപ്പൊ 3ാമത്തെ കമ്പിയെ കണ്ടു, നമ്മളെ വണ്ടി കമ്പിയിൽ തട്ടൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ 2 റൗണ്ട് തിരിച്ചങ്ങ് നിർത്തണം. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ആ സ്റ്റിയറിംഗ് തിരിക്കാൻ സ്പീഡുള്ള കുട്ടികൾക്ക് ഇത് കഴിയുള്ളൂ. ചില കുട്ടികൾ എത്ര പറഞ്ഞാലും അവരിങ്ങനെ പയ്യെ 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 ഞാൻ ഉറങ്ങി ഒരു എനർജി ഇല്ലാത്ത രീതിയിൽ ഇരിക്കുന്ന കുട്ടികൾക്കൊന്നും എച്ച് കരകയറാൻ പറ്റില്ല. അപ്പൊ എന്നെങ്കിലും അവർ എനർജറ്റിക് ആയിട്ട് 2 റൗണ്ട് തിരിച്ചു നിർത്തുന്ന ഒരു സമയം വരുമ്പോഴേ അവർ ഓക്കെ ആവുള്ളൂ. അപ്പൊ 2 റൗണ്ട് തിരിച്ചു നിർത്തി. അപ്പം നമുക്കറിയാൻ പറ്റും നമ്മളെ വണ്ടി നേരെ കമ്പിയിൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും ചെയ്യാതിരുന്ന് ഏകദേശം ബാക്ക് ടയർ കമ്പി എത്തുന്നതിന് മുമ്പ് നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിക്കാം. എന്നിട്ട് ആ ബാക്ക് ടയർ എത്തുന്നതിന് മുമ്പ് മുഴുവൻ ലെഫ്റ്റ് തിരിക്കുകയും വേണം. ആ മുഴുവൻ എന്ന് പറയുന്നത് അത് ഫുള്ള് തിരിക്കുന്നതിന് മുമ്പ് തട്ടുമോ എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ ഫുള്ള് തിരിക്കാവൂ. ഇത് വെരി ഈസിയാണ്. ആ വണ്ടി സെന്ററിൽ ചരിഞ്ഞു വന്നാൽ മാത്രമേ ഇത് എളുപ്പമാവുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്ത് കയറുമ്പോൾ ഫ്രണ്ടിലോട്ട് നോക്കിക്കൊണ്ട് ബോഡി ലെവലാവുമ്പോൾ കറക്റ്റ് 2 റൗണ്ട് 2 റൗണ്ടിൽ കൊണ്ടങ്ങ് നിർത്തുക. അപ്പൊ ഈ 2 റൗണ്ട് എന്നുള്ളത് ഡ്രൈവിംഗ് തുടങ്ങിയ ദിവസം പഠിപ്പിച്ചതാണ്. എപ്പോഴും നമ്മൾ ബോഡിയെ ലെവൽ ചെയ്യാൻ ഫുള്ള് നമ്മൾ തിരിച്ച് 2. ഇത് എപ്പോഴും നമ്മൾ വണ്ടി ഓടിക്കുന്ന എല്ലാ സമയങ്ങളിലും ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്.
എവിടെ നമ്മൾ വണ്ടിയെ കൊണ്ട് പാർക്ക് ചെയ്യുമ്പോഴും ഫുള്ള് ലെഫ്റ്റ് തിരിച്ചു, ഫുള്ള് റൈറ്റ് തിരിച്ചു, 2 റൗണ്ട് റിട്ടേൺ ചെയ്യുമ്പോൾ കറക്റ്റായി. ചില കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു റൗണ്ടിൽ കൊണ്ട് നിർത്തിക്കളയും. ചില കുട്ടികൾ പറഞ്ഞാൽ അര റൗണ്ട് ബാക്കിയാകും, അപ്പോഴൊന്നും വണ്ടിയുടെ ബോഡി ലെവലാവില്ല. അപ്പൊ ഇത് ഉറപ്പിക്കുക, ബോഡി ലെവലായാൽ 2 റൗണ്ട് തിരിച്ചു നിർത്തുക, തീർന്നു. അപ്പം നമ്മളെ ഫസ്റ്റ് റിവേഴ്സ് അടിപൊളിയായി. ഫ്രണ്ട് കമ്പി കഴിഞ്ഞുകൊണ്ട്, ഇപ്പൊ ഇതാണ് കമ്പിയെങ്കിൽ വണ്ടി വന്നു ഫ്രണ്ട്, ഇതപ്പോ ഇതാണ് കമ്പിയെങ്കിൽ ഫ്രണ്ട് വന്ന് ഇങ്ങനെ കമ്പി കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ ബാക്ക് ഇതുപോലെ കമ്പി കഴിഞ്ഞു നിൽക്കാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം സെക്കൻഡ് ഫോർവേഡ് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടു, കൊണ്ട് നിർത്തേണ്ട 2 കമ്പിയെ കണ്ടു. അപ്പൊ ആ 2 കമ്പികളുടെ മധ്യഭാഗത്തായിട്ട് കൊണ്ടുപോയി നിർത്തണം. ഒരുപക്ഷെ നമ്മൾ കൊണ്ടു നിർത്തുമ്പോൾ ഇടതുവശം ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആ വണ്ടിയുടെ മധ്യഭാഗത്ത് വരാൻ വേണ്ടി സ്റ്റിയറിങ്ങിനെ വലത്തോട്ട് തിരിക്കണം. എത്രയാണോ വലത്തോട്ട് തിരിക്കേണ്ടത് അത്രയും വന്നിട്ട് ഇടത്തോട്ട് തിരിക്കണം. വീണ്ടും നമ്മൾ ലെവൽ ചെയ്യണം. അപ്പോഴേ 2 കമ്പികൾക്കിടയിൽ വണ്ടി സെന്റർ ആവുള്ളൂ. വലത്തോട്ട് മാത്രമേ തിരിക്കുന്നുള്ളെങ്കിൽ ചരിഞ്ഞേ നിൽക്കുകയുള്ളൂ. ഇടത്തോട്ട് മാത്രമാണെങ്കിൽ വലത്തോട്ടും തിരിച്ചു ബോഡി ലെവലാവുമ്പോൾ 2 റൗണ്ട് റിട്ടേണും ചെയ്യുമ്പോഴേ വണ്ടി ലെവലാവും. അപ്പൊ സെക്കൻഡ് ഫോർവേഡ് പോയി നമ്മൾ ലെവലാക്കി കൊണ്ടുവന്ന് നിർത്തി. പിന്നെ അവിടെ നിന്ന് വരുന്നത് റിവേഴ്സാണ്. അപ്പൊ നമ്മൾ എപ്പോഴും റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് വണ്ടി എടുക്കരുത്. റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ഇടതുവശത്തെ 2ാമത്തെ കമ്പിയെ നമ്മൾ കാണണം. ആ കമ്പിയെ കണ്ടിട്ട് എടുക്കുക. പല കുട്ടികളും റിവേഴ്സ് ഗിയർ ഇട്ട് വണ്ടിയെ കൊണ്ടുവരുമ്പോൾ മാത്രമേ ഒരു കമ്പിയെ നോക്കുള്ളൂ. അങ്ങനെയല്ല, റിവേഴ്സ് ഗിയർ ഇട്ട് കമ്പിയെ കണ്ട് വണ്ടി വരുമ്പം തന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരല്പം ലെഫ്റ്റ് തിരിക്കുക. അപ്പൊ വണ്ടി ചരിയും. കുറച്ച് കൊണ്ടുവന്നിട്ട് അല്പം കൂടെ ലെഫ്റ്റ് തിരിക്കുക. എന്നിട്ട് ബാക്ക് ടയർ കമ്പിയിലെത്തി തട്ടൂലാന്ന് തോന്നുമ്പോൾ കമ്പിക്ക് മുമ്പായിട്ട് ബാക്ക് ടയർ കമ്പി എത്തുന്നതിന് മുമ്പ് ഫുള്ള് ലെഫ്റ്റ് തിരിക്കുക. തിരിക്കുന്നതിന് വേഗത വേണം. പക്ഷെ ഫൈനൽ നമ്മൾ തിരിക്കുമ്പോൾ തട്ടുമോ എന്ന് ഉറപ്പാക്കി തിരിക്കാം. അപ്പൊ സെക്കൻഡ് റിവേഴ്സ് വരെയാണ്. നമ്മൾ സെക്കൻഡ് ഫോർവേഡ് പോയി അവിടെ നിന്ന് ഇടതുവശത്തെ കമ്പിയെ കണ്ണാടിയിലൂടെ നോക്കി തിരിച്ചു. അപ്പൊ ഇടതുവശത്തെ കമ്പിയെ തട്ടിലെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് വലതുവശത്തെ സൈഡ് മിററാണ്. വലതുവശത്തെ സൈഡ് മിററിലൂടെ വലതുവശത്തെ 3ാമത്തെ കമ്പിയാണ് നോക്കേണ്ടത്. അപ്പൊ നമ്മളിങ്ങനെ നോക്കി ആദ്യം നമുക്ക് കമ്പിയെ കാണാൻ പറ്റില്ല. വണ്ടി കറങ്ങി അതിനകത്തോട്ട് കയറി കമ്പിയെ കണ്ടാൽ ഉടനെ നോക്കരുത്. കഴിഞ്ഞാൽ നമ്മൾ കമ്പിയുടെ പുറത്തോട്ടായി പോകും. ഒരല്പം കൂടെ കഴിയുമ്പോൾ കറക്റ്റ് 2 റൗണ്ട് തിരിക്കണം. അവിടെ അല്പം കൂടെ കഴിയുമ്പോൾ കറക്റ്റ് 2 റൗണ്ട് തിരിക്കാൻ താമസം വന്നാൽ വണ്ടി സെന്ററിൽ ലെവലായി പോകും. വണ്ടി സെന്ററിൽ ലെവലായി കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്നത് എളുപ്പമാവില്ല. അപ്പൊ നമ്മൾ ചരിച്ചു കൊണ്ടുവന്നു. കമ്പിയിൽ ഏകദേശം ബാക്ക് ടയർ കമ്പി എത്തുന്നതിന് മുമ്പ് നമ്മൾ റൈറ്റ് തിരിച്ചു. അതിന്റെ ഫൈനൽ തിരിക്കുന്നത് ഒരിക്കലും തട്ടുമോ നോക്കുന്നു. ഇല്ലെന്ന് കണ്ടാൽ ഫുൾ അങ്ങ് തിരിക്കുന്നു, തീർന്നു. അത് കഴിഞ്ഞാൽ വണ്ടി അതിനകത്തോട്ട് കയറി മുൻപിലോട്ട് നോക്കുന്നു. ബോഡി ലെവലായി 2 റൗണ്ട് തിരിക്കുന്നു. 1 2 റൗണ്ട് തിരിച്ച് നമ്മളെ ഫ്രണ്ട് കമ്പി കഴിഞ്ഞ് നിർത്തുമ്പോൾ ടെസ്റ്റ് പാസ്. ഇത് വെരി ഈസിയാണ്. ഇത് ചില കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ 2 റൗണ്ടാണ്. നമ്മളിപ്പോൾ 10ൽ ഒരു 6-7 കുട്ടികളെ നമ്മൾ നോക്കുമ്പോൾ 10ൽ നമ്മൾ 7 കുട്ടികളെ നോക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ 2 റൗണ്ടുകളാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. 3ാമത്തെ റൗണ്ട് മുതൽ അവർ തപ്പിപ്പിടിച്ചെടുത്തു തുടങ്ങും. 5ാമത്തെ റൗണ്ട് അവർ തനിച്ചെടുക്കും. പിറ്റൊന്നും എടുത്തു തുടങ്ങും. അപ്പൊ അവർ എടുത്തു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരെ കൂടെ നിൽക്കില്ല. പിന്നെ അവർ ചോദിക്കും എങ്ങനെയുണ്ട് സാർ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പിന്നെ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. പക്ഷെ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ വന്ന് നോക്കുമ്പോൾ അവരെടുക്കുന്നെങ്കിലും അത് പ്രോപ്പർ വേയിലൂടെ ആയിരിക്കില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവര് ലാൻഡ് മാർക്കുകൾ നോക്കി എടുത്തു തുടങ്ങി. കല്ലെത്തുമ്പോൾ തിരിക്കണം, കല്ലെത്തുമ്പോൾ നോക്കണം, അല്ലെങ്കിൽ മരം എത്തുമ്പോൾ തിരിക്കണം, അല്ലെങ്കിൽ ഇന്ന പോയിന്റ് എത്തുമ്പോൾ. അങ്ങനെയാവുന്നതോടെ നമ്മൾ പഠിപ്പിച്ച മെത്തേഡിൽ നിന്ന് മാറി മറ്റൊരു മെത്തേഡ് അവർ സ്വായത്തമാക്കുകയും ഫൈനൽ പ്രാക്ടീസിന് മാമത്ത് പോകുമ്പോൾ അവർക്കൊണ്ട് ചെയ്യാൻ കഴിയാതാവുകയും ചെയ്യും. അപ്പൊ എവിടെയാണോ നമ്മൾ പഠിപ്പിച്ചു നിർത്തുന്നത് അതേ രീതി തന്നെ ഫോളോ ചെയ്യണം. ചില കുട്ടികൾക്ക് ഇതൊന്നും പിടികിട്ടൂല. ഇപ്പൊ നമ്മൾ ബാക്ക് ടയർ കമ്പി എത്തുന്നതിന് മുമ്പ് തിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ബാക്ക് ടയർ കമ്പി എത്തുന്നതിന് മുമ്പ് തിരിക്കാറായോ എന്നവർക്ക് പിടികിട്ടില്ല. അവർ തിരിക്കുമ്പോൾ മിക്കപ്പോഴും അത് കഴിഞ്ഞു പോകും. പക്ഷെ അവരെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ മാനോവർ കുറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് കുറഞ്ഞ കുട്ടികളുടെ ആ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളാണ്. അവര് മറ്റു കുട്ടികളെക്കാൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അവർക്ക് ഈ ഒരു പെർഫോമൻസ് ലെവലിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ നമുക്കിവിടെ ക്രമപ്പെടുത്തിയ ക്ലാസ്സുകൾ 30 ദിവസത്തെ ക്ലാസ്സുകളാണ്. 30 ദിവസം കൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സ്റ്റേജിലെത്തണം. അതിന് ഈ പറഞ്ഞതുപോലെ എല്ലാ കുട്ടികളെയും നമുക്ക് പഠിപ്പിക്കാനുള്ള വീഡിയോയും വോയിസുകളും എല്ലാം നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിൽ അവൈലബിൾ ആണ്. അതിനെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് മാനോവർ കുറഞ്ഞ കുട്ടിയാണ് എന്നൊരു പരിഗണന ടെസ്റ്റ് ചെയ്യുന്ന സാറന്മാർ ഈ കുട്ടികൾ കൊടുക്കില്ല.
അല്ലെങ്കിൽ അവർ ടെക്നിക്കൽ നോളജ് കുറഞ്ഞ കുട്ടിയാണ്, അപ്പോൾ അവർക്ക് എക്സംഷൻ കൊടുക്കാം എന്ന് വിചാരിക്കില്ല. ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണെങ്കിലും ഏത് രീതിയിലാണോ ഡ്രൈവിംഗ് പെർഫോം ചെയ്യേണ്ടത് അതുപോലെ പെർഫോം ചെയ്ത് കാണിച്ചാലേ അവർ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവും. അപ്പൊ ഇവിടെ നമ്മൾ ഈ ടെക്നിക്കൽ നോളജ് കുറഞ്ഞ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പൊ സാറ് പറയുന്ന കാര്യങ്ങൾ എനിക്ക് പിടികിട്ടാത്തത് കൊണ്ടാണ് സാർ ഇത്രയും കിടന്ന് ബുദ്ധിമുട്ടുന്നത്. അതുകൊണ്ട് അടുത്ത ദിവസം മുതൽ സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഞാൻ നന്നായി വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്തിട്ട് വരാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു. പക്ഷേ കുട്ടികളിൽ ഒട്ടുമുക്കാൽ പേരും നമ്മൾ അയക്കുന്ന വോയിസ് മെസ്സേജുകളോ വീഡിയോ മെസ്സേജുകളോ ഒന്നും കേൾക്കാറില്ല. അവർ ക്ലാസ്സിന് വരുമ്പോഴത്തേക്കാണ് ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർക്കുന്നതും ചെയ്യാൻ ശ്രമിക്കുന്നതും. അവിടെയാണ് അത് പരാജയപ്പെട്ടു പോകുന്നത്. അപ്പം ഡ്രൈവിംഗിന്റെ നിലവാരം ഉയരുന്നതും താഴുന്നതും പഠിക്കുന്ന കുട്ടിയുടെ പെർഫോമൻസിനെ ആശ്രയിച്ചാണ്. ഇക്കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ സംഭവം ഒക്കെയാണ്. ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്, അത് കൃത്യമായി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇപ്പോഴും നമ്മൾ എച്ചെടുക്കുന്നതിന് മുമ്പായിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. ഈ വീഡിയോ എന്തുകൊണ്ട് റെക്കോർഡ് ചെയ്താൽ ഇവിടെ എച്ചെടുക്കുന്ന കുട്ടികളിൽ പലരും വീണ്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ ലാൻഡ് മാർക്കുകളിലോട്ട് നോക്കി ഓടിച്ച് അവിടെ പെർഫോമൻസ് കുറഞ്ഞു പോകാറുണ്ട്. ആ കുട്ടികൾക്ക് ഒരു റിവിഷൻ ക്ലാസ് എന്നുള്ള നിലയ്ക്കാണ് ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾ എച്ചിന്റെ ക്ലാസ്സിലോട്ട് പോയത്. അപ്പം എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് എച്ച് കൈവിട്ടു പോകാം, അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് സ്പീഡ് കൺട്രോൾ. സ്പീഡ് കൺട്രോൾ എന്നത് ക്ലച്ചിന്റെ കറക്റ്റ് ഹാഫ് ക്ലച്ചിൽ തന്നെ ക്ലച്ച് നിൽക്കണം. അപ്പൊ നമ്മൾ ക്ലച്ച് എടുക്കുമ്പം ശ്രദ്ധിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവും ഒരു പ്രത്യേക പോയിന്റിൽ എത്തുമ്പോഴാണ് വണ്ടി മൂവ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ക്ലച്ചിനെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കറക്റ്റ് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അവിടെ നിന്ന് ചവിട്ടുമ്പോൾ സ്പീഡ് കുറയും, എടുക്കുമ്പോൾ വീണ്ടും ആ എഞ്ചിന്റെ അതായത് ക്ലച്ച് പ്ലേറ്റ് ഫ്ലൈ വീലുമായിട്ട് ചേരുന്നു, എഞ്ചിന്റെ കണക്ഷൻ കിട്ടുന്നു, അപ്പൊ വണ്ടി മൂവ് ചെയ്യുന്നു. അത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ ചവിട്ടുമ്പോൾ സ്പീഡ് കുറയും, പക്ഷെ എടുക്കുന്നത് കൂടിപ്പോയാൽ എഞ്ചിൻ ഓഫ് ആവും. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ക്ലച്ചിന്റെ കറക്റ്റ് വണ്ടി അനങ്ങുന്ന ഭാഗം മനസ്സിലാക്കി അവിടെ ക്ലച്ചിനെ ഹോൾഡ് ചെയ്ത് ഓടിക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് ടയറുകൾ നിൽക്കാതെ അതായത് റണ്ണിങ്ങിൽ തന്നെ എച്ചെടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മൾ കണ്ണാടിയിലൂടെ കമ്പികളെ നോക്കി തന്നെ തിരിക്കണം. ഈ കണ്ണാടികളിൽ നമ്മൾ നോക്കി കമ്പിയെ നോക്കി തിരിച്ചില്ലെന്നുണ്ടെങ്കിൽ അവിടെയും എച്ച് പരാജയമാവും. മൂന്നാമത്തെ കാര്യം സ്റ്റിയറിംഗ് തിരിക്കാനുള്ള വേഗതയാണ്. നമ്മൾ തിരിക്കേണ്ട പോയിന്റുകളിൽ കണ്ണാടിയിൽ നോക്കിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പൊ നമ്മൾ കണ്ണാടി നോക്കി തട്ടുമെന്ന് തോന്നി നമ്മൾ തിരിച്ചു തിരിക്കുന്നു, തട്ടൂല വീണ്ടും തിരിക്കും, തട്ടും തിരിച്ചു തിരിക്കും. ഇങ്ങനെ നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാനും തിരിച്ചിരിക്കാനുള്ളതാണ്. പക്ഷെ എച്ചെടുക്കുന്ന കുട്ടികൾ ഈ സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ അവർ വേണ്ട വിധം സ്റ്റിയറിംഗിനെ ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പം സ്റ്റിയറിംഗ് തിരിക്കാനുള്ള അറപ്പ് തീരണം. അപ്പൊ അവിടെ കൃത്യമായി സ്റ്റിയറിംഗ് വേഗതയിൽ തിരിക്കണം, അതുപോലെ തിരിച്ചിരിക്കണം. ഈ മൂന്ന് സംഭവങ്ങൾ കറക്റ്റ് ആയാൽ എച്ച് കറക്റ്റ് ആവും. സ്പീഡ് കൺട്രോൾ, എവിടെ തിരിക്കുമ്പോഴും ക്ലച്ചിനെ ഒരു പോയിന്റ് ചവിട്ടി വേണം തിരിക്കേണ്ടത്. എങ്ങോട്ടാണോ കൊണ്ടുപോകേണ്ടത് ആ കമ്പിയെ കണ്ണാടിയിലൂടെ നോക്കി കണ്ണാടിയിലൂടെ നോക്കി വേണം നമ്മൾ തിരിക്കുകയും തിരിച്ചിരിക്കുകയും ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം സ്റ്റിയറിംഗ് തിരിക്കുന്നതിലുള്ള വേഗത കുറവ്. ഇവിടെ നമുക്ക് തിരിക്കേണ്ട പോയിന്റുകൾ പെട്ടെന്ന് അവിടെ അങ്ങ് തിരിക്കണം. അവിടെ നമ്മൾ തിരിക്കാൻ വേഗത കുറഞ്ഞു പോയാൽ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഡയറക്ഷൻ മാറിപ്പോകും. ഇതാണ് എച്ച് കൈവിട്ടു പോയാൽ തിരിച്ചു പിടിക്കുന്നതിനുള്ള ലളിതമായ ഉപദേശങ്ങൾ. ഇത് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കെല്ലാം നന്നായി എച്ചെടുക്കാൻ കഴിയും. പക്ഷെ ഇതിനെ അവഗണിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കുട്ടികൾക്ക് ഇത് സക്സസ് ആവുക എളുപ്പമല്ല. പകരം നമ്മൾ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ ആദ്യത്തെ 2 റൗണ്ട് കഴിയുമ്പോൾ തന്നെ മൂന്നാമത്തെ റൗണ്ട് മുതൽ തനിച്ചെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്ത കുട്ടികൾക്ക് അത് കഴിയുകയില്ല. ഇതാണ് സംഭവം.